ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വണ്ടീൻ്റെ എൻജിൻ മാസത്തിലൊരിക്കൽ നല്ല വൃത്തിയായിട്ട് കഴുകാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം ഞാൻ കഴുകിയതാണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ഓയിൽ ലീക്കായിട്ടും അതുപോലെ തന്നെ കുറച്ച് പൊടിയൊക്കെ പിടിച്ച് മോശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെനിക്കൊന്ന് കഴുകണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ വണ്ടീൻ്റെ എൻജിൻ റൂം കഴുകലെന്ന് കാണിച്ചു തരാം. ഇതിൽ ഡീസലാണ്. ഇതിൽ ഞാൻ കുറച്ച് ഡീസൽ എടുത്തിട്ടുണ്ട്. ഇതൊരു സ്പ്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുപ്പിയാണ്. അപ്പം ഇതിൽ കുറച്ച് ഡീസൽ എടുത്തു. ഇനി അതിലേക്ക് കുറച്ച് സോപ്പ് പൊടി കലക്കിയിട്ട് വെള്ളം ഒഴിക്കുകയാണ്. ഇത് സോപ്പ് പൊടി കലക്കിയിട്ട് ഡയറക്റ്റ് അല്ല ഒഴിക്കുന്നത്, ഇതൊന്ന് അരിച്ചെടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല, ആ കുപ്പീൻ്റെ നോസിൽ ബ്ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഡീസലും സോപ്പും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ എൻജിനിലൊക്കെ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഡീസൽ നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓയിലിൻ്റെ അംശമൊക്കെ പെട്ടെന്ന് നമുക്ക് കഴുകിക്കളയാൻ സാധിക്കും ഡീസൽ അടിക്കുകയാണെങ്കിൽ. എൻജിൻ നമുക്ക് മാസത്തിലൊരിക്കൽ വൃത്തിയാക്കിയാൽ മതി. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വണ്ടിക്ക് എൻജിൻ ഭാഗത്തുള്ളപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ അവർക്ക് പണിയെടുക്കാൻ സുഖം ഉണ്ടാവും, വലിയ പൊടിയും ചെളിയൊന്നും ഇല്ലാതെ. ഇത് ഡീസൽ തന്നെ വേണമെന്നില്ല, ഡീസലിനേക്കാളും നല്ലത് മണ്ണെണ്ണയാണ് കേട്ടോ. പക്ഷെ നമുക്കെപ്പോൾ കിട്ടാൻ എളുപ്പം ഡീസലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡീസൽ എടുത്തത്. ഒരു 100 മില്ലി മതി. ഇത് അത്രയും തന്നെ വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ എൻജിൻ ഫുള്ളായിട്ട് നമുക്ക് ക്ലിയറായിട്ട് അടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം എൻജിൻ്റെ എല്ലാ ഭാഗത്തും ഡീസൽ എത്തിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലൊരു പഴയ തുണി കഷ്ണം എടുത്തിട്ട് അതിലും കുറച്ച് ഡീസലാക്കുക. ഇനി നമുക്ക് ഈ ഓയിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടയ്ക്കണം. ഈ ഭാഗത്തൊക്കെ ചെറുങ്ങനെ ഓയിലും കനിഞ്ഞ് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ലേ, നമുക്ക് ഫുള്ളൊന്ന് തുടച്ച് ക്ലിയറാക്കി എടുക്കുക. ചെളിയുള്ളിടത്ത് നമുക്ക് വെള്ളം അടിച്ചിട്ട് കഴിയാൽ മതി. പക്ഷേ ഈ ഓയിലുള്ള ഭാഗങ്ങൾ ഒന്ന് ആദ്യം വെള്ളം അടിക്കുന്നതിന് മുന്നേ ഒന്ന് തുടച്ച് ക്ലിയർ ആക്കണം. ഇപ്പോൾ ഡീസൽ ഉള്ളതുകൊണ്ട് വേഗം അങ്ങ് പോരും ഈ ഓയിലൊക്കെ. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് ഓയിലുള്ളിടത്ത് കൈയെത്തുന്നിടത്തൊക്കെ ഞാൻ തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം അടിക്കാം. ഞാൻ പൈപ്പ് വെച്ചിട്ടാണ് ഇത് കഴുകുന്നത്. പക്ഷേ പൈപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വണ്ടി വീട്ടിലെത്താത്തവർക്കൊക്കെ ഇപ്പോൾ ചിലപ്പോൾ പൈപ്പ് വെച്ച് കഴുകാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് എളുപ്പം പൈപ്പ് കൊണ്ട് കഴുകുന്നതാണ്, പെട്ടെന്ന് കഴുകിയെടുക്കാൻ സാധിക്കും. നമുക്ക് വെള്ളം കോരി ഒഴിച്ചും ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 100 രൂപ വിലയുള്ള ഒരു ഗണ്ണാണിത്. ഇതുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ പവർ കിട്ടും, വെള്ളത്തിന് കുറച്ചൊരു ഫോഴ്സ് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് വെള്ളം അടിക്കാം മൊത്തം. ഇപ്പം തന്നെ ഏതാണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. എങ്കിലും കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ ആ തുടയ്ക്കൽ എത്താത്തതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കാം. ഇപ്പോൾ വണ്ടിയുടെ ഈ എൻജിൻ്റെ മുകൾ ഭാഗം ഫുള്ള് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടിഭാഗത്തും ഇതുപോലെ തന്നെ ഓയിലും ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഒന്ന് ക്ലിയർ ആക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എൻജിൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. നമ്മളെ ഓയിൽ പൊടിയെല്ലാം അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മെനക്കിടുകയാണെങ്കിൽ ഇതുപോലെ എപ്പോഴും നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാം വണ്ടി. ഞാൻ എല്ലാ മാസവും വണ്ടീൻ്റെ എൻജിൻ കഴുകലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.